ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം ചാരവൃത്തി കേസുകൾ ഉണ്ടാകുന്ന അത്ഭുതപ്പെടാനൊന്നുമില്ല. ഉണ്ടാവും, ലോകത്തിലടുത്തുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളിതിനെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തയാവുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്ന കേസുകളിൽ ആളുകളുടെ പശ്ചാത്തലവും അവരുടെ മതവും അവരുടെ പ്രദേശവും ഒക്കെ നോക്കിക്കൊണ്ടാണ് ചാർജ് പോലും ഇടുന്നത് എന്ന് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ RSSകാരനാണെന്ന് സ്വന്തമായിട്ട് സർട്ടിഫൈ ചെയ്ത ഒരാൾ ഇത്ര ഗുരുതരമായ ഒരു കേസിൽ DRDOയിലെ ഉദ്യോഗസ്ഥൻ പിടിക്കപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഒരു എക്സ്റ്റൻസീവ് കവറേജ് അതിനെക്കുറിച്ച് ഉണ്ടായിട്ടേ ഇല്ല. മറ്റേതെങ്കിലും ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിവസങ്ങൾ നീണ്ട അന്വേഷണം ഉണ്ടാവും, അയാളുടെ നാട്ടുപ്രദേശത്ത് അന്വേഷണം ഉണ്ടാവും, പിന്നെ അയാളുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെല്ലാം അകത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു വലിയ ഭീകരവാദ ഗ്യാങ് നമ്മുടെ ഈ സേനയെ മൊത്തം പിടിമുറുക്കിയിരിക്കുകയാണ്. ഇത്തരക്കാരെ സേനയിൽ അടുപ്പിക്കാനേ പറ്റില്ല എന്ന ചർച്ചയുണ്ടാവും. ഇവരെങ്ങനെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് വിശ്വസിച്ച് കൊണ്ടു നടക്കുക? എങ്ങനെയാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കകത്ത് ഇത്തരക്കാരെ കൊണ്ടുപോകുക? ഇവർ മുഴുവൻ ചോർത്തി അവരുടെ സഹോദര രാഷ്ട്രത്തിന് കൊടുക്കുകയാണെന്ന നരേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്യപ്പെടും. ഇവിടെ ഒരു ഡിസ്കഷനും ഇല്ല. ഇപ്പം ഈ പിടിക്കപ്പെട്ട വാർത്ത പോലും നിങ്ങൾ അന്വേഷിച്ച് പിടിച്ചാലേ കണ്ടത്തുള്ളൂ. ഏതാ ഈ വിശാഖപട്ടണം കേസ് എന്താണെന്ന് എത്ര പേർക്കറിയാം? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് എത്ര പേർക്കറിയാം? വിശാഖപട്ടണം കേസ് എന്താണെന്ന് നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ ഇങ്ങനൊരു കേസ് ഉണ്ടെന്നും ആ കേസിൽ FIR ഇട്ടുണ്ട്, അതിൽ പരിശോധന നടത്തുന്നു, കുറച്ചുപേരെ പിടിച്ചു, ബാക്കി 2-3 പേരെയാണ് ഇപ്പോൾ പിടിച്ചതെന്ന് കാണാം. ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ല. മറ്റെന്തെങ്കിലും ആരും നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇന്ത്യയിലെ മുഴുവൻ പേരെയും അറിയിക്കും വിധത്തിൽ മാധ്യമങ്ങൾ ചെണ്ട കൊട്ടിയേനെ. എന്ന് മാത്രമല്ല, ഗുരുതരമായ വകുപ്പുകളിട്ട് ഇവരെ എല്ലാം പിടിച്ചകത്തിടാനോ കണ്ണി കണ്ടവരെ ഒക്കെ പിടിക്കാനോ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവുകയും ചെയ്യും.